ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3rd ചാപ്റ്റർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് ഈ വീഡിയോ പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇനി വേർഡ് പ്രോബ്ലംസ്. റഹീമിന്റെ ഏജിന്റെ 2 മടങ്ങിനേക്കാൾ ഇരട്ടിയേക്കാൾ 8 കൂടുതലാണ്. അപ്പോൾ നമുക്ക് അവിടെ പെർസെന്റേജ് കൺവേർട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ ടു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിട്ട് എഴുതി നോക്കാം. അപ്പോ റാമിന്റെ ഏജ്, റഹീമിന്റെ ഏജ്. അപ്പൊ അതിന് എക്സ് എന്നും വൈ എന്നും കൊടുക്കാം. അസ്യൂം വൺ ഓഫ് ദി അൺനോൺ ആസ് എക്സ് ആൻഡ് ദി അതർ അൺനോൺ ആസ് വൈ എന്നെടുക്കാം. അപ്പോ റാമിന്റെ ഏജ് നമ്മൾ എക്സ് എന്നെടുത്തു, റഹീമിന്റെ വൈ. അപ്പോ ടു ഫോം ഇക്വേഷൻസ് ലെറ്റ്സ് ഫോളോ സം റൂൾസ്, ഫോർമുല ആൻഡ് പ്രോപ്പർട്ടീസ്. അവിടെ റൂൾസ് എന്താണ്? നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ കൂടിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തെഴുതി ഉണ്ടാക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഈസ്, വാസ് അല്ലെങ്കിൽ കൂടുതൽ, മോർ, ഗ്രേറ്റർ, എക്സീഡ്സ് അങ്ങനെയുള്ളതാണെങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, കുറവാണെങ്കിൽ, ചെറുതാണെങ്കിൽ, സം ആണെങ്കിൽ നമുക്ക് ഓരോന്നും ഉണ്ടാക്കുന്ന കൂടെ ഇത് പറയാം. ഡിഫറൻസ്, അപ്പൊ സം ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എടുക്കണം, ഡിഫറൻസ് ആണ് എക്സ് മൈനസ് വൈ എടുക്കണം. അപ്പൊ ട്വൈസ്, ത്രൈസ് അങ്ങനെയൊക്കെ വന്നാൽ 2x 3x അങ്ങനെയൊക്കെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി എടുക്കണം. പിന്നെ സാധാരണ ഫോർമുല ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടീസ്, ഡിവിഡന്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ഒക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ വേർഡ് പ്രോബ്ലത്തിൽ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ആണ് 2 × L + B ആണ്. സം ഓഫ് മെഷർ ഓഫ് ആംഗിൾസ് ആണ് 180 ഡിഗ്രി ആണ്. സ്പീഡ് ഒക്കെ ആണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ആ എക്സും വൈ ഇവിടുത്തെ ഇക്വേഷനെ കൺവേർട്ട് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ റഹീമിന്റെ പെർസെന്റേജ് നമ്മൾ എക്സ് എന്ന് എടുത്തു. അപ്പോൾ ഈസ് ഈക്വൽ ടു 8 മോർ ദാൻ, അവിടെ പ്ലസ് ഇട്ടു, പ്ലസ് 8 എന്ന് കൊടുത്തു. 8 മോർ ദാൻ ആണ്. അപ്പൊ എന്തിനേക്കാളും കൂടുതലാണ്? ട്വൈസ് ദ ഏജ് ഓഫ് റഹീം. അപ്പൊ 2x നമുക്ക്, അല്ല 2y വേണം. റഹീമിന്റെ ഏജ് y ആണ്. അപ്പോൾ 2 × y എടുത്തു. അപ്പൊ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ കിട്ടി. ഈ രൂപത്തിൽ വേണം നമുക്ക് ഇക്വേഷനെ ഫോം ചെയ്തെടുക്കാം. ഇനി അതിലൊരു ക്വസ്റ്റ്യൻ, ഫ്രം ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഫോർ ദ ഫോളോയിങ് പ്രോബ്ലംസ് ആൻഡ് ഫൈൻഡ് ദയർ സൊല്യൂഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The larger of two supplementary angles exceeds by smaller by 18 degrees. Find them. The larger of two supplementary angles exceeds എന്ന് പറഞ്ഞിട്ടുണ്ട്. The smaller by 18 degree. നമുക്ക് ഇക്വേഷൻ ഉണ്ട്. Find the two angles. ഒന്ന് ലാർജറും വേണം, ഒന്ന് സ്മോളറും വേണം. അപ്പോൾ let the larger angle be x degree and the smaller angle be y degree. തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ ഇങ്ങനെ x എന്നും y എന്നും എടുത്തു. ഇനി ഇവിടെ larger of two supplementary angles exceeds the smaller by 18 degree. രണ്ട് സപ്ലിമെന്ററി ആംഗിൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചെറുതിനേക്കാൾ 18 ഡിഗ്രി കൂടുതലാണോ വലുത്. അപ്പോ എന്ത് ചെയ്യണം? ലാർജർ ആംഗിൾ, നമ്മൾ ലാർജർ ആംഗിളിനെയാണ് എക്സ് എടുത്തേക്കുന്നത്. ലാർജർ ആംഗിൾ ബി എക്സ് ഡിഗ്രി. അപ്പോൾ എക്സ് എക്സീഡ്സ്, അതായത് കൂടുതലാണ്, ഈസ് മോർ ദാൻ എത്രയാണ്? 18 കൂടുതലാണ്. അപ്പോൾ y + 18. അവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, സപ്ലിമെന്ററി ആംഗിൾസ് എന്ത് ചെയ്യണം? സം ഓഫ് ദ മെഷേഴ്സ് ഓഫ് ദ സപ്ലിമെന്ററി ആംഗിൾസ് ഈസ് 180 ഡിഗ്രി ആണ് നമുക്കറിയാം. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് x + y = 180. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും മെത്തേഡ് സോൾവ് ചെയ്യാം. പക്ഷേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇക്വേഷനെ മാറ്റാം. As we can directly substitute 1 into this measure of the angles are 18 and 99 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ, after his daughter 7 years ago I was 7 times as old as you were then, also 3 years from now I shall be 3 times as you will be. Represent this situation algebraically and graphically. റെപ്രസെന്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ algebraically വേണം നമുക്ക് ഇക്വേഷൻ ആയിട്ട് കൊണ്ടുവരണം. സോൾവ് ചെയ്യാൻ ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോ after tells his daughter, അപ്പൊ രണ്ടുപേരുടെയും നമ്മൾ കോളമായിട്ട് പെർസെന്റേജ്. ഇവിടെ ഇപ്പൊ 7 years ago എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പെർസെന്റേജ് നമുക്ക് ഇവിടെ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ പെർസെന്റേജിനെ എക്സ് എന്ന് വിചാരിക്കുന്നു, ഡോട്ടറുടെ പെർസെന്റേജിനെ വൈ എന്നും വിചാരിക്കുന്നു. ഇനി പറഞ്ഞ കണ്ടീഷൻ 7 years ago. അപ്പൊ ഇപ്പോൾ പെർസെന്റേജ് എക്സ് ആണെങ്കിൽ 7 years ago 7 വർഷങ്ങൾക്ക് മുമ്പ് അത് x - 7. അപ്പൊ 7 years ago x - 7. അതുപോലെ ഇപ്പോൾ ഡോട്ടറുടെ വയസ്സ് y years ആണെങ്കിൽ 7 വർഷങ്ങൾക്ക് മുമ്പ് അത് y - 7 ആയിരിക്കും. y - 7 എഴുതി. ഇനി അടുത്തത് എന്താണ്? I was 7. അപ്പൊ നമുക്ക് ഇനി ഇക്വേഷൻ ആക്കിയിട്ട് 7 ടൈംസ്. അപ്പൊ ഈ അടുത്ത കണ്ടീഷൻ ആണ് 7 ടൈംസ് 7 x എന്ന് എഴുതി. x - 7 = 7 into എന്ത് വേണം? അപ്പോഴത്തെ വയസ്സ്. ആരുടെ? ഡോട്ടറുടെ അപ്പോഴത്തെ വയസ്സ്. ഇപ്പോഴത്തെ വയസ്സ് y - 7 ആണ്. അപ്പൊ അപ്പോഴത്തെ വയസ്സും, അപ്പൊ തമ്മിൽ
ഇപ്പോഴത്തെ വയസ്സ് y ആണ്. അപ്പോൾ 7 വർഷം മുമ്പുള്ള വയസ്സ് y മൈനസ് 7. അപ്പോൾ ഈ x മൈനസ് 7 എന്ന് പറയുന്നത് 7 ടൈംസ് y മൈനസ് 7. അവിടെ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി 7y മൈനസ് 14. x മൈനസ് 7 ഈസ് ഈക്വൽ ടു 7y മൈനസ് 49 എന്ന ഇക്വേഷൻ. അപ്പോ അതിന് നമുക്ക് x മൈനസ് 7y ഈക്വൽ ടു മൈനസ് 49 പ്ലസ് 7 എന്ന്. അതായത് നമ്മളിപ്പോ വേരിയബിളിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ 7y നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെയുള്ള 7 റൈറ്റ് സൈഡിലേക്ക് വന്നു. അപ്പോൾ x മൈനസ് 7y ഈക്വൽ ടു നമുക്ക് മൈനസ് 42 ആൻസർ കിട്ടും. ഇക്വേഷൻ നമ്പർ 1. 3 years ഫ്രം നൗ. അപ്പോ ഇപ്പൊ പെർസെന്റേജ് എക്സ് ആണെങ്കിൽ എക്സും വൈയും ആണെങ്കിൽ 3 years ഫ്രം നൗ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ 3 കൂടെ കൂട്ടും. 3 years ആഫ്റ്റർ. അപ്പോ ആഫ്റ്ററിന്റെ വയസ്സ് എക്സ് പ്ലസ് 3 yearsഉം ഡോട്ടറുടെ വയസ്സ് വൈ പ്ലസ് 3 yearsഉം. ഇനിയോ ഐ ഷാൽ ബി 3 times ആസ് യു വിൽ ബി. അപ്പൊ അതിൽ നമുക്ക് ഇക്വേഷൻ ഐ ഷാൽ ബി എന്താണ് അപ്പോഴത്തെ ആഫ്റ്ററിന്റെ വയസ്സ് എക്സ് പ്ലസ് 3 ഈക്വൽ ടു 3 times ആസ് യു വിൽ. എന്ത് ചെയ്യണം 3 into അപ്പോഴുള്ള വൈ പ്ലസ് 3 വേണം ആസ് യു വിൽ ബി. അത് വൈ പ്ലസ് 3 ആണ്. ഇപ്പൊ വൈ ആണ്. അപ്പോൾ വൈ ഇനി നമുക്ക് ഇക്വേഷൻ ആയിക്കൊണ്ടുവരാം. എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 3y. 3 into y 3y പ്ലസ് 3 into 3 9. അപ്പോൾ എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് മൈനസ് 3y ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എക്സ് മൈനസ് 3y ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം? ആ 9 അവിടെ ഉണ്ട്. 9 ആ 3 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 9. അപ്പൊ എക്സ് മൈനസ് 3y ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 1. സോറി, ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. എക്സ് മൈനസ് 7y ഈസ് ഈക്വൽ ടു മൈനസ് 42ഉം എക്സ് മൈനസ് 3y ഈക്വൽ ടു. ഇനി തന്നെ നമുക്ക് ആൾജിബ്രിക്കലി നമ്മളിപ്പോ ചെയ്ത് കിട്ടി. ഇനി അത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് കോളം വരച്ചിട്ട് പോയിന്റ്സ്. നമ്മളിവിടെ ഗ്രാഫ് വരയ്ക്കാനുള്ള കോർഡിനേറ്റ്സ് എഴുതാനുള്ള കോളം വരച്ചു വെക്കുന്നു. എക്സ് വൈ എന്ന് കൊടുക്കുന്നു. കോർഡിനേറ്റ്സ് എക്സ് വൈ എന്നൊക്കെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടണം? എക്സ് മൈനസ് 7y എന്നുള്ളത് 0 മൈനസ് 7y ഈക്വൽ ടു മൈനസ് 42 എന്നാവും. അപ്പോൾ 7y മൈനസ് 7y ഈക്വൽ ടു മൈനസ് 42 ആണ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു മൈനസ് 42 ഡിവൈഡ് ബൈ മൈനസ് 7 എന്നാവും. y ഈസ് ഈക്വൽ ടു 6. 6 എന്ന വാല്യൂ വൈയുടെ വാല്യൂ എഴുതി. അപ്പൊ എക്സ് വൈ എന്നുള്ള കോർഡിനേറ്റ് 0 6 എന്നുള്ള പോയിന്റ്. ഇനി അടുത്തത് എക്സ് ഈക്വൽ ടു 7 കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു 7 കൊടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വൈയുടെ വാല്യൂ 7 മൈനസ് 7y ഈക്വൽ ടു മൈനസ് 42. മൈനസ് 7y ഈസ് ഈക്വൽ ടു മൈനസ് 42. ഈ 7 എടുത്ത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. മൈനസ് 7 ആവുന്നു. മൈനസ് 7y ഈസ് ഈക്വൽ ടു മൈനസ് 47. therefore 49. therefore y ഈക്വൽ ടു മൈനസ് 49 ഡിവൈഡ് ബൈ മൈനസ് 7 ആവും. അപ്പൊ y ഈസ് ഈക്വൽ ടു 7 കിട്ടി. അപ്പൊ x ഈക്വൽ ടു 7 എടുത്തപ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു 7 ആ കിട്ടിയത്. അപ്പൊ 7 7 എന്നുള്ളൊരു പോയിന്റ്. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. കോളം വരച്ചു. എക്സ് വൈ എന്ന് എഴുതി. ഇനി എക്സിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ 0. എക്സിന് 0 കൊടുത്തപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വൈയുടെ വാല്യൂ നോക്കണം. അപ്പോ 0 മൈനസ് 3y. ഇക്വേഷൻ എക്സ് മൈനസ് 3y ഈക്വൽ ടു 6 ആണ്. അപ്പൊ 0 മൈനസ് 3y ഈക്വൽ ടു 6 എന്ന് എടുക്കുന്നു. മൈനസ് 3y ഈസ് ഈക്വൽ ടു 6 ആണ്. y ഈസ് ഈക്വൽ ടു 6 ഡിവൈഡ് ബൈ മൈനസ് 3 ആണ്. അപ്പൊ നമുക്ക് മൈനസ് 2 എന്ന് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് വൈയുടെ വാല്യൂ മൈനസ് 2 എന്ന് കിട്ടും. അപ്പൊ 0 മൈനസ് 2 എന്നൊരു പോയിന്റ് കിട്ടി. ഇനി നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു 6 കൊടുത്താൽ 6 മൈനസ് 3y ഈക്വൽ ടു 6 എന്ന് കിട്ടുന്നു. മൈനസ് 3y ഈക്വൽ ടു 6 മൈനസ് 6. അതുപോലെ മൈനസ് 3y ഈക്വൽ ടു 0 ആണ്. therefore y ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. അപ്പൊ എക്സിന് 6 കൊടുത്തപ്പോൾ വൈക്ക് 0 കിട്ടി. പോയിന്റ് നമുക്ക് 6 0 എന്ന് കിട്ടി. അപ്പൊ 0 മൈനസ് 2 അതുപോലെ 6 0 എന്നുള്ള രണ്ട് പോയിന്റ്സ് ആണ് നമുക്ക് എക്സ് മൈനസ് 3y ഈക്വൽ ടു 6 എന്ന ലൈനിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് കിട്ടിയത്. അതുപോലെ 0 6ഉം 7 7ഉം ആണ് എക്സ് മൈനസ് 7y മൈനസ് 42 എന്നുള്ള ലൈനിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് കിട്ടിയത്. ഇനി അത് ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യും. ഗ്രാഫ് പേപ്പർ എടുത്തു. എക്സ് വൈ കോർഡിനേറ്റ് ആക്സിസ് വരച്ചു. അപ്പൊ ആദ്യത്തെ പോയിന്റ് 0 6 അത് അവിടെ മാർക്ക് ചെയ്തു. എക്സ് ആക്സിൽ 0 വൈ ആക്സിൽ 6 0 6 മാർക്ക് ചെയ്തു. ഇനി ഈ ലൈനിൽ വേണ്ടത് 7 7. എക്സ് ആക്സിൽ 7 വൈ ആക്സിൽ 7 വരുന്നു. അതോടെ മാർക്ക് ചെയ്തു 7 7. ഇനി അതിനെ ചേർത്തൊരു ലൈൻ വരച്ചാൽ നമുക്ക് ആ ഇക്വേഷന്റെ ഗ്രാഫ് വരച്ചു. ഇനി നമുക്ക് ഇതേ ഗ്രാഫിൽ തന്നെ സെക്കൻഡ് ഇക്വേഷനെ വരും. സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് 0 മൈനസ് 2 വൈ ആക്സിൽ തന്നെ ആ ലൈൻ വരച്ചു. അതുപോലെ 6 0 എവിടെ വരച്ചു. അതിനെ ചേർത്ത് ലൈൻ വരച്ചു. എക്സ് മൈനസ് 3y ഈക്വൽ ടു 6ഉം എക്സ് മൈനസ് 7y ഈക്വൽ ടു മൈനസ് 42 നമ്മൾ വരച്ചു. പക്ഷേ ഈ ഗ്രാഫ് പേപ്പറിൽ ഇത് കൂട്ടിമുട്ടിയിട്ടില്ല. ഇവിടെ ഗ്രാഫിൽ ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഗ്രാഫ് കുറച്ചുകൂടെ ഈ ലൈൻസ് പാരലൈൻസ് അല്ല. അപ്പോൾ കുറെ കൂടെ അങ്ങോട്ട് നീട്ടി വരച്ചാൽ ഇത് കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് നമുക്ക് കിട്ടും, സൊല്യൂഷൻ കിട്ടും. പക്ഷെ ഇവിടെ ക്വസ്റ്റനിൽ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.